പോയി കഴിഞ്ഞതുകൊണ്ട് വലിയൊരു കുഴിയാണ്, കൊക്കയാണ്. ഇതുകൊണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ യാത്ര ആ കാണുന്ന ശബരിഗിരിയിലോട്ടാണ്. ഒരുപാട് മഹത് വ്യക്തികൾ പഠിച്ച ഒരു ക്ലാസ് മുറി ആയിരിക്കണം. ഏറ്റവും രസം ആ കാണുന്ന പഴയ കോളേജിൻ്റെ ഭിത്തികളാണ്. മൂന്നാറുകാർക്ക് പുതിയാക്കാമെങ്കിൽ നമുക്ക് ഡോൾഫിനാകത്തില്ല, ഉറപ്പായിട്ടാക്കാം. ഡോൾഫിൻ പാറ നമ്മൾ കണ്ടിരിക്കുകയാണ്. അപ്പം നെരിയമ്പാറ സിറ്റിയിൽ നിന്ന് നമ്മൾ നേരെ പഴയ ഓൾഡ് കോളേജ് മല കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് യാത്രയൊക്കെ ചെയ്ത് കോളേജ് മലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കോളേജ് മലയിൽ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടുന്ന് നമുക്ക് നല്ലൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം കട്ടപ്പനയുടെ ഒരു ഭാഗം ഫുള്ള് നമുക്ക് കാണാം. അതുപോലെ തന്നെ അഞ്ചുരുളിയിലെ വെള്ളം കിടക്കുന്നത് ഏറ്റവും മനോഹരമായിട്ട് കാണാൻ കഴിയുന്നത് ഈ കോളേജ് മലയിൽ നിന്നാണ്. അയ്യോ, സഹ്യൻ്റെ പർവ്വതം പോലെയാണ് മുഴുവൻ തെളിഞ്ഞു വരികയാണ്. ശരിക്കും മഴയെല്ലാം മാറി നിൽക്കുകയാണ്. നമുക്ക് കട്ടപ്പനക്കാർക്ക് മാത്രമേ ഉള്ളൂ മഴയില്ലാത്തത്, ബാക്കി എല്ലായിടത്തും നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ നേരെ ഇനി കോളേജാണ് കാണാൻ പോകുന്നത്, പഴയ ഗവൺമെൻറ് കോളേജ്. അത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. കോളേജ് മല നെരിയമ്പാറ 1970 നിർമ്മിച്ച കോളേജാണ് നമ്മൾ കാണുന്നത്, ഗവൺമെൻറ് കോളേജ്. അതിപ്പം നാശമായി കിടക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ. കോളേജ് മലയും അതുപോലെ തന്നെ ഈ കോളേജ് മലയും ക്ഷേത്രവും അല്ലാതെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ നെരിയമ്പാറ മലയിൽ നിന്ന് കാണാൻ കഴിയും. ആ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പഴയ ഗവൺമെൻറ് കോളേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഈ കാണുന്ന കെട്ടിടങ്ങൾ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പം അവശേഷിക്കുന്നത്. ഇവിടുന്ന് താഴത്തേക്ക് ഒരുപാട് ദൂരം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കണ്ടോ, ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ഗവൺമെൻറ് കോളേജാണ്. മുഴുവൻ കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. അന്നത്തെ കാലത്ത് ഈ ഒരു സംഭവം ഇവിടെ വന്നത് വളരെ അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു കോളേജ് ഇവിടെ നിർമ്മിക്കാൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ അത് ബന്ധപ്പെട്ട അധികാരികളും ശ്രമിച്ചെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഒരുപാട് മഹത് വ്യക്തികൾ പഠിച്ച ഒരു ക്ലാസ് മുറി ആയിരിക്കണം, നമുക്കറിയില്ല. എങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ ഓർമ്മ വരികയാണ്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ക്ലാസ് മുറികളായിരിക്കും, നമുക്ക് അറിയില്ല. എങ്കിൽ പോലും ചരിത്രങ്ങളുടെ ഒരു നീണ്ട നിരയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഗവൺമെൻറ് കോളേജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇപ്പോൾ കോളേജിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ മുറ്റത്തുനിന്ന് നേരെ മുകളിലേക്ക് നല്ലൊരു ട്രക്കിങ്ങാണ്, നല്ലൊരു അനുഭവമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഈ അനുഭവം ലഭിക്കുവാനായിട്ട് ചെയ്യേണ്ട ഓരോ കാര്യം ഇവിടെ വരിക എന്നുള്ളതാണ്. അപ്പോൾ താഴെ നമ്മൾ ഈ മലമുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് കൂടുതൽ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അഞ്ചുരു ഡാം ഏകദേശം നമുക്ക് വളരെ ദൂരം തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇടുക്കി ജില്ലയിലെ
മലകളാൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന നിരവധി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കട്ടപ്പനയുടെ വലിയൊരു വ്യൂ നമുക്കൊന്ന് കാണാം, വള്ളക്കടവ് ഭാഗം കാണാം. അതുപോലെ തന്നെ ഏറ്റവും രസം ആ കാണുന്ന പഴയ കോളേജിൻ്റെ ഭിത്തികളാണ്, തൂണ് പോലെ നിൽക്കുന്ന ഭിത്തികളാണ് നമുക്ക് ഇവിടുന്ന് നല്ല മനോഹരമായിട്ട് കാണാൻ കഴിയുന്നത്. ഡോൾഫിൻ പാറന്ന് പേരിട്ടാലോ? ഡോൾഫിൻ പാറന്ന്. അപ്പോൾ നമ്മൾ മറ്റൊരു കാഴ്ച കൂടെ കാണാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കോളേജ് മല വന്നു കഴിഞ്ഞാൽ ഒരു നമ്മുടെ കൊടൈക്കനാലിലൊക്കെ കാണുന്ന പോലെ ഒരു വലിയൊരു ഗർത്തവും കൊക്കയും ഒക്കെ കാണാമെന്നാണ്. അതുപോലെ തന്നെ സതി ഇതിനൊരു പേരിട്ടു, ഡോൾഫിൻ പാറ എന്നാണ് സതി പറയുന്നത്. ഡോൾഫിൻ്റെ ഷേപ്പാണ്. മൂന്നാറുകാർക്ക് പുതിയാക്കാമെങ്കിൽ നമുക്ക് ഡോൾഫിൻ ആക്കത്തില്ല. ഉറപ്പായിട്ടാക്കാം. ഡോൾഫിൻ പാറ നമ്മൾ കണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇടുക്കി ജലാശയവും നമുക്ക് കാണാം. അപ്പം ഈ ഡോൾഫിൻ പാറയാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഡോൾഫിൻ പാറ വൈറലാകട്ടെ. അത് ഞങ്ങളുടെ കയ്യിലാണ്. നമ്മുടെ നരിയമ്പാറയിലെ ഡോൾഫിൻ പാറ ശരിക്കും ഡോൾഫിൻ്റെ അതേ ഷേപ്പാണ്. അതുപോലെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയത്. ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. മനോഹരമായ ഒരു കാഴ്ച. മനുഷ്യന്റെ രൂപമുണ്ട്, മുഖം. എന്താ പറയുക, നല്ലൊരു പ്രകൃതിയുടെ നല്ലൊരു കാറ്റ്. അത് നമുക്ക് ഇത് കേട്ടോ, ഇതിലേ നേരെ പോയി കഴിഞ്ഞതുകൊണ്ട് വലിയൊരു കുഴിയാണ്, കൊക്കയാണ്. ഇതുകൊണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ? ഒയ്യോ പാടാണ് ഇതാട്ടോ. ഒരുപാട് ദൂരം യാത്രയൊക്കെ ചെയ്ത് നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കട്ടപ്പനയിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം, അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അത് കാണുക, നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.